കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവനകളൊന്നും കണ്ടില്ല. പക്ഷേ പല തീവ്ര മുസ്ലിം സംഘടനകളുടെയും പ്രവർത്തകരായ, അതേമാതിരി തന്നെ മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരായിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ എന്തോ മഹാ അപരാധം ഈ മന്ത്രി ചെയ്തു കൂട്ടിയിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ മതം പോയി എന്ന് പറയുകയാണ്. ഇത് ലീഗിന്റെ നിലപാടാണോ? ലീഗിന് അങ്ങനെ ഔദ്യോഗിക നിലപാടുണ്ടോ ഇക്കാര്യത്തിൽ? എനിക്കിതിൽ വലിയ കൗതുകം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഈ ചർച്ച തന്നെ വല്ലാത്തൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം KT ജലീൽ മന്ത്രിയായതിനു ശേഷം അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കുമെന്ന് പറഞ്ഞതുപോലെയുള്ള ആഘോഷമാണ്. എന്താണ് ഇതിൽ ഇത്ര കാര്യം? അദ്ദേഹം ഇപ്പോൾ ഒരു വാവരസ്വാമിയായ പരിവേഷത്തിലാണ് ഫേസ്ബുക്കിൽ സന്നിധാനത്തിൽ എത്തിയതിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ എന്ത് പുതുമയാണുള്ളത്? കേരളത്തിലെ സ്വാഭാവികമായും കാലങ്ങളായി നടന്നു വരുന്ന ഒരു സാംസ്കാരിക വിനിമയമില്ലേ? നമ്മുടെ മന്ത്രിമാരെ ഇങ്ങനെ മുസ്ലിം എന്നും ഹിന്ദു എന്നും തരംതിരിക്കാൻ പാടുണ്ടോ? എന്താണ് KT ജലീൽ ഒരു മുസ്ലിം മന്ത്രി ആദ്യമായി സന്നിധാനത്തിൽ എത്തുന്നു എന്ന് പറയുന്നു? ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മുസ്ലിം ലീഗിന്റെ MLA ആയിട്ടുള്ള PK ബഷീർ അടക്കമുള്ള MLA മാരുടെ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു സംഘം അവിടെ എത്തി സന്നിധാനത്തിലെ സവിശേഷമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വലിയ ചർച്ച നടന്നു. നേരത്തെ VK ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് അവിടുത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അവിടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് PKK ബാവ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോൾ നിരവധി തവണ അവിടെ എത്തുകയും ശബരിമല റോഡിന്റെ ആദ്യത്തെ വികസന പ്രവർത്തനത്തിന് ത്വരിതഗതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് സ്വാഭാവികമായും KT ജലീൽ എന്ന പഴയ സിനിക്കാരന്റെ മനസ്സിലുള്ള ഒരു അപകർഷതാ ബോധം വർക്കൗട്ട് ആവുന്നുണ്ട് എന്നാണ്. കാരണം സ്വാഭാവികമായും ഒരു സാധാരണ മലയാളിക്ക് തോന്നാത്ത ഒരു കൗതുകവും ഒരു കാര്യവും ഒന്നും ഇതിൽ അത്ര ഒരു അമിതാവേശം ഈ കാര്യത്തിൽ എന്ത് അമിതാവേശം കാണിച്ചു എന്നാണ്? മന്ത്രി സ്വയം ഞാൻ വാവരാണ് എന്ന് ചമഞ്ഞോ? ഞാനാണ് കേരളത്തിലെ മതേതരത്വത്തിന്റെ അംബാസിഡർ എന്ന് പറഞ്ഞോ? ഇല്ല. ഫോട്ടോ കണ്ട് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാകും. അതിന് മന്ത്രിയെ പഴിക്കാൻ പറ്റില്ലല്ലോ. മന്ത്രി ഒരു അവകാശവാദവും ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിഷയം ചർച്ചയാകുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാം. മന്ത്രി ശബരിമലയിൽ പോയിട്ട് ഇപ്പോൾ 2-3 ദിവസമായല്ലോ. മന്ത്രി ശബരിമലയിൽ പോകുന്നത് നമ്മുടെ പൊതുസമൂഹത്തെ സംബന്ധിച്ച ഒരു ചർച്ചാ വിഷയമല്ല. ആദ്യമായി താങ്കൾ ശരിയായി സൂചിപ്പിച്ചതുപോലെ ആദ്യമായി സന്നിധാനത്ത് എത്തുന്ന അറിയപ്പെടുന്ന മുസ്ലിം നേതാവും KT ജലീലല്ല. പ്രശ്നം അതല്ല. മന്ത്രി ശബരിമല സന്നിധാനത്ത് എത്തുന്നു, അതിന്റെ ഫോട്ടോകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നു, അതല്ലാതെയും പ്രചരിക്കുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ മന്ത്രിക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. മന്ത്രി തന്നെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമായ്ക്കുള്ള പ്രസംഗത്തിൽ പലയിടങ്ങളിലും വിശേഷിച്ച് മുജാഹിദ് പള്ളികളിൽ മന്ത്രിയുടെ മതം അവസാനിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് നടന്നതെന്നാണ്. ആ തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ വിഷയം ചർച്ചയാകുന്നത്. അങ്ങനെ ഒരു വ്യക്തി ശബരിമലയിൽ പോയതിന് ആക്രമിക്കാൻ എന്തുണ്ടെന്നുള്ളതാണ് എന്റെ ചോദ്യം. അതല്ലാതെ അദ്ദേഹം മുൻപ് ആളുകൾ കാണിച്ചത് ആവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. അഭിലാഷ്, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത് തന്നെയാണ്. സ്വാഭാവികമായും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എത്ര വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യം നമുക്കുണ്ട്. എത്ര വർഷങ്ങളായി നമ്മൾ ഈ സാംസ്കാരിക വിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കിതിൽ യാതൊരു പുതുമയും തോന്നുന്നില്ല. കാരണം മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതൊരു പുതിയ കാര്യമല്ല. അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിന് തീ വെച്ചു എന്ന് കേട്ടപ്പോൾ അവിടെ ആദ്യമായി ഓടിയെത്തിയ നേതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമായിരുന്നു. പാണക്കാട് ശിഹാബ് തങ്ങളുടെ മകൻ ഈ കഴിഞ്ഞ ദിവസം മുതുവല്ലൂരിലെ ഒരു ക്ഷേത്രത്തിലെത്തി അവിടെ സൈനികർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഹോമത്തിന് ആശംസ നേരാനെത്തി. ഞങ്ങൾക്കിതിൽ യാതൊരു കൗതുകം തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു മന്ത്രി സ്വാഭാവികമായും സന്നിധാനത്തിൽ സന്ദർശനം നടത്തുന്ന സ്വാഭാവികമായ അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള കാര്യം ഇത്ര വലിയ ഒരു സംഭവമായി അവതരിപ്പിച്ച് ഒരു മുസ്ലിം മന്ത്രി ഇത് ആദ്യമായി സന്നിധാനത്തിൽ എത്തുന്നു എന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന് KT ജലീലാണ് ഈ തരത്തിലുള്ള ഒരു പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചില അപകർഷതാ ബോധങ്ങളുടെ ഒരു ബഹിസ്ഫുരണമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാം. അല്ല, അത് താങ്കളുടെ ആരോപണമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല.